വി എസ് രഞ്ജിത്ത്, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. വി എസ് ജോയ് എന്ന ആൾ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ വിജയസാധ്യത കൂടുതലാണ് എന്ന് AICC തന്നെ നടത്തിയ വിവിധ സർവേകളിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. നല്ല DCC പ്രസിഡന്റാണ്, ചെറുപ്പമാണ്, ആദ്യമായി മത്സരത്തിലേക്ക് എത്തുന്നു എന്നതടക്കമൊക്കെ വി എസ് ജോയ്ക്ക് അനുകൂലമായ സാഹചര്യം ആയിരുന്നു. മാത്രമല്ല ഏറ്റവും നല്ല DCCകളിലൊന്നായി തന്നെയാണ് വി എസ് ജോയുടെ DCCയും കാണുന്നത്. ഇതൊക്കെ തന്നെയും അനുകൂല ഘടകങ്ങളാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് എന്തുകൊണ്ട് പാർട്ടി എത്തുന്നു? അതൊരു സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ട സാഹചര്യമായിട്ടാണോ കണക്കാക്കേണ്ടത്? സ്മൃതി, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണം എന്നുള്ളത് ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ് ഒന്നാമത്തെ ആവശ്യം. ഇത് പാർട്ടിയുടെ ആവശ്യം എന്നതിനേക്കാൾ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂർ മണ്ഡലമല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷനില്ല. അദ്ദേഹത്തിന് ഈ പ്രായം 61-ാമത്തെ വയസ്സാണ്. അദ്ദേഹം DCC പ്രസിഡന്റായി ഒരു മാസത്തോളം അദ്ദേഹം DCC പ്രസിഡന്റായി ഉടൻ തന്നെ അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള അവസാനത്തെ ബസ്സായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ആര്യാടൻ ഷൗക്കത്ത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തായിരിക്കണം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ളത് ആദ്യത്തെ തീരുമാനം ഇവിടെ നിന്ന് ഈ ഞാൻ നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് അക്കാര്യം AP അനിൽകുമാറിനെയും KC വേണുഗോപാലിനെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെയും K സുധാകരനെ ഉൾപ്പെടെ അന്ന് അറിയിച്ചിട്ടുള്ളതാണ്. ഈ PV അൻവർ രാജിവെച്ച സമയം മുതൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പൂർണ്ണമായും സജ്ജനായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അവകാശവാദങ്ങൾ അദ്ദേഹത്തിന് നിലമ്പൂരിലുണ്ട്. പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദിൻ്റെ പേരിൽ അറിയപ്പെടുന്നൊരു മണ്ഡലമാണിത്. ആര്യാടൻ മുഹമ്മദിനെ സംബന്ധിച്ച് ലീഗിനോട് ഏറ്റുമുട്ടി, CPM-നോട് ഏറ്റുമുട്ടി, കോൺഗ്രസിനൊരു അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുകയും കോൺഗ്രസ് ഈസ് ഈക്വൽ ടു ആര്യാടൻ മുഹമ്മദ് ഇൻ നിലമ്പൂർ എന്നുള്ളതാണ് ഇവിടുത്തെ സമവാക്യം. ആ സമവാക്യം നിലനിൽക്കുന്നിടത്തോളം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമൊക്കെ നിലനിൽക്കുന്നിടത്തോളം ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു അവകാശവാദമുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ അവകാശവാദം. മാത്രവുമല്ല, ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ അവകാശവാദം മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് മെമ്പറാവുകയും നിലമ്പൂർ ഒരു പഞ്ചായത്തായിരുന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും പിന്നീട് ഇവിടെ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആവുകയും ഒക്കെ ചെയ്ത് പടിപടിയായി രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള നേതാവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അവസരമായി തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ആദ്യത്തെ അവസരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അത് അന്നത്തെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒക്കെ ഒരു കൂടി സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ക്യാമ്പ് പറയുന്നത്. അന്ന് PV അൻവർ ആദ്യമായിട്ട് വരുന്നു. കുറേ കാലം ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമായി. അപ്പോൾ ഒരു പുതിയ പരീക്ഷണം എന്ന മട്ടിലൊക്കെ അന്ന് PV അൻവറിനെ ആളുകൾ ഏറ്റെടുത്തു. ഇന്നിപ്പോൾ PV അൻവർ UDF-നൊപ്പം നിൽക്കുകയും UDF ജയിക്കേണ്ടത് PV അൻവറിൻ്റെ കൂടി ആവശ്യമായി മാറുകയും ചെയ്യുമ്പോൾ ഒരു നല്ല അനുകൂല സാഹചര്യം നിലമ്പൂരിലുണ്ട്. അത്തരമൊരു അനുകൂല സാഹചര്യത്തിൽ ഇവിടെ PV അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയല്ല, ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ക്യാമ്പ് കരുതുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് VS ജോയെ അനുനയിപ്പിക്കാൻ എളുപ്പമാണ്. DCC പ്രസിഡന്റാണ്, ചെറുപ്പമാണ്. ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ 20 വയസ്സോളം എളുപ്പമുണ്ട്. അപ്പോൾ VS ജോയ്ക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാന ബസ്സായി അദ്ദേഹം തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് VS ജോയിയെ അനുനയിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ഇവിടെ VS ജോയിയുടെ പേര് ഉയർന്നു വന്നാൽ ആ അവസരം മുതലാക്കാൻ കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും CPM ആയിരിക്കും. CPM ആര്യാടൻ ഷൗക്കത്തിന് മുന്നിലേക്ക് മന്ത്രിപദം ഉൾപ്പെടെ മുന്നോട്ട് വെക്കാൻ, ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഒരു മന്ത്രിയാക്കാനുള്ള അവസരം ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് ആര്യാടൻ ഷൗക്കത്തിനെ താലമെടുത്ത് സ്വീകരിക്കാൻ CPM കാത്തു നിൽക്കുമ്പോൾ അത്തരമൊരു വിമതശല്യം ഒഴിവാക്കാൻ, ആര്യാടൻ മുഹമ്മദിനോടുള്ള കൂറ് കാണിക്കാൻ, നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ജയിച്ചു കയറാൻ ഒരു അവസരം കൊടുക്കാൻ, എല്ലാം കൊണ്ട് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തോടെ ജയിക്കട്ടെ എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നാടകീയമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ. രഞ്ജിത്ത്, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് ആണ് മത്സരിക്കുകയെങ്കിൽ CPIM M സ്വരാജിനെ മത്സരത്തിന് ഇറക്കും എന്നുള്ളതാണ്. അതായത് ഈ പലസ്തീൻ യുദ്ധവിരുദ്ധ നിലപാടുകൾ പിന്തുണയ്ക്കും, അത് സ്വരാജിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് CPM കരുതുന്നത്. അത് നിലമ്പൂരിൽ ഫലവത്താകുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കണം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആരെ നിർത്തുന്നു എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ CPIM? തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ആര്, അതിന് ബദൽ നിർത്തുക എന്നുള്ളതാണ്. UDF ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ
CPM-നെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷനാണ്. ഒന്ന് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ M സ്വരാജിനെ മത്സരിപ്പിക്കുക. പക്ഷേ M സ്വരാജിൻ്റെ നാടാണെങ്കിൽ കൂടി M സ്വരാജിന് അത്ര വേരുള്ള മണ്ണൊന്നുമല്ല നിലമ്പൂർ. അതിനേക്കാൾ എളുപ്പത്തിൽ CPM-ന് സാധിക്കുക ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറക്കുക എന്നുള്ളതാണ്. ഏകദേശം 18 മുതൽ 20% വരെ ക്രൈസ്തവ വോട്ടുകളുള്ള നിലമ്പൂരിനെ സംബന്ധിച്ച് ഇവിടുത്തെ CPM-ന്റെ ഒരു ഇക്വേഷൻ, ജാതി സമവാക്യത്തിൻ്റെ ഇക്വേഷനൊക്കെ പരിശോധിച്ചാൽ CPM-ന് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ അവരുടെ സ്വന്തം വോട്ടുകൾ പെട്ടിയിലാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന ക്രൈസ്തവ ബെൽറ്റിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കിട്ടുകയും ചെയ്ത് ജയിച്ചു കയറാനുള്ള ഒരു സമവാക്യമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം M സ്വരാജിൻ്റെ പേരും കൂടിയുണ്ട്. പക്ഷേ CPM-ന് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. PV അൻവറിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കല്ലുകടി ആര്യടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആര്യടൻ ഷൗക്കത്ത് CPM-ന്റെ CPM-ന്റെ ക്ഷണം സ്വീകരിച്ചാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇനി അതല്ല, ആര്യടൻ ഷൗക്കത്ത് ഇവിടെ മാറി നിന്നാൽ പോലും അത് UDF-നെ ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും UDF-ഉം KPCC-യും PV അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടുമോ അതോ ആര്യടൻ ഷൗക്കത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ഒടുവിൽ പോലും UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വലയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യവും അതാണ്. ആര്യടൻ ഷൗക്കത്ത് മുൾമുൾനെയിൽ നിർത്തുന്ന ഈ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങണോ അതോ PV അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങണോ എന്നുള്ളതാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം അദ്ദേഹം സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണ്. ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്, ഈ സർക്കാർ ഒരു മാഫിയ സർക്കാരാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ ജനവിധി LDF വിരുദ്ധമാവണം, അതിന് UDF ജയിക്കണം. അപ്പോൾ UDF ജയിക്കേണ്ടത് PV അൻവറിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് PV അൻവറിൻ്റെ സമ്മർദ്ദത്തിനാണോ ആര്യടൻ ഷൗക്കത്തിൻ്റെ സമ്മർദ്ദത്തിനാണോ കോൺഗ്രസ് വഴങ്ങുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം.